നിവിൻ ദുൽഖർ കോംബോ ഒത്തുവരാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. നിവിൻ പോളിയുടെ ഓണച്ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി തിയേറ്ററിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ചിത്രം 100 കോടി ക്ലബിലും ഇടം നേടിക്കഴിഞ്ഞു. ഒരു പോസിറ്റീവ് വൈബുള്ള സിനിമ എന്ന നിലയിൽ നല്ല അഭിപ്രായങ്ങളാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റിനെ പറ്റി കേൾക്കുന്നത്. അതുപോലെ ഓണം റിലീസായി ആദ്യം പ്രഖ്യാപിച്ചിരുന്ന ദുൽഖർ സൽമാന്റെ അയാം ഗെയിം പിന്നീട് സെപ്റ്റംബർ 3 നീട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നിവിനും ദുൽഖറും തമ്മിലുള്ള ഒരു ക്ലാഷ് ഒഴിവായിരുന്നു. ഓണത്തിന് നിവിൻ ചിത്രത്തോടൊപ്പം ഇറങ്ങിയത് പൃഥ്വിരാജ് നായകനായ ഖലീഫ എന്ന സിനിമയാണ്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. നിവിൻ ദുൽഖർ കോംബോ എങ്ങനെയെന്നല്ലേ? ഒരു ഇന്റർവ്യൂവിൽ നിവിൻ പറഞ്ഞ വാക്കുകളാണ് ആ സൂചന നൽകുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ദുൽഖറിനെ മുംബൈയിൽ വെച്ച് കണ്ടപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് നിവിൻ പോളി സംസാരിച്ചത്. ഒരുപാട് നാളുകൾക്കു ശേഷം ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് നിവിനും ദുൽഖറും കണ്ടുമുട്ടുന്നു. അവിടെ വെച്ചുള്ള സംസാരത്തിനിടയിൽ വീണ്ടും ഒന്നിച്ച് ഒരു സിനിമ ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിച്ചേരുന്നു. ഇപ്പോൾ അതിന്റെ തിരക്കഥയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണത്രേ. നല്ലൊരു കഥ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യാം എന്ന പ്ലാനിലാണ് ഇപ്പോൾ ഇരുവരും. ബാംഗ്ലൂർ ഡേയ്സ് എന്ന ഹിറ്റ് സിനിമയിൽ ഇരുവരുടെയും കോംബോ പ്രേക്ഷകർ ആസ്വദിച്ചതാണ്. രണ്ടു വ്യത്യസ്ത സ്വഭാവ ശൈലികളിലുള്ള കഥാപാത്രങ്ങളായിട്ടും കസിൻസ് ആയുള്ള അവരുടെ കെമിസ്ട്രി അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വിക്രമാദിത്യൻ എന്ന സിനിമയിലും ഇരുവരും ഒന്നിച്ചെത്തിയിട്ടുണ്ട്. ക്ലൈമാക്സിൽ മാത്രമാണ് നിവിൻ പോളിയുടെ കഥാപാത്രം എത്തുന്നതെങ്കിലും ദുൽഖറിന്റെ ക്യാരക്ടറിനോട് ഫേവറബിൾ ആയ ഒരു റോളിലാണ് ആ നിവിൻ കഥാപാത്രം എത്തിയത്. അതുകൊണ്ട് തന്നെ ആ കോംബോയും ആരാധകർ ഏറ്റെടുത്തിരുന്നു. 2014 ബാംഗ്ലൂർ ഡേയ്സും വിക്രമാദിത്യനും റിലീസാകുന്നത്. 12 വർഷങ്ങളുടെ ഇടവേളയിൽ രണ്ടു താരങ്ങളും തങ്ങളുടേതായ രീതിയിൽ മലയാള സിനിമാ ലോകത്ത് ഇടം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വളർച്ചയും നമ്മൾ കണ്ടതാണ്. ഇനി ഇവരുടെ ഒരു കോംബോ എന്ന് പറയുമ്പോൾ അത് ആരാധകർക്കിടയിലും അത്രയും ആവേശം നിറയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. ദുൽഖറും നിവിനും അങ്ങനെ ഒരു പ്ലാനിൽ ആയതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു അനൗൺസ്മെന്റ് ഒഫീഷ്യലി എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.